ഹായ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ അടുത്തൊരു സെക്ഷൻ ആൻഡ് അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഇനി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. പ്രാക്ടിക്കൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് എന്ത് കാര്യവും നമ്മളത് ചെയ്ത് നോക്കിയാലേ നമുക്കതിന് മുൻപോട്ടുള്ള എന്ത് കാര്യം ഉണ്ടാവുള്ളൂ. ഇവൻ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിലും എന്തൊരു ജോലിക്കാരനാണെങ്കിലും അയാളുടെ പ്രൊഫഷനായിട്ട് ബന്ധിപ്പിച്ചിട്ട് എന്ത് കാര്യവും അയാൾ ഡെയിലി ചെയ്തിട്ടിരുന്നാലേ അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് ബെറ്ററാക്കി അയാൾക്ക് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു പീക്കിൽ ആ ഒരു അറ്റത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൽ മെയിനായിട്ടുള്ളതാണ് ഡെയിലി ഫോട്ടോ ചലഞ്ച്. അതായത് നിങ്ങളൊരു ദിവസം തുടങ്ങുമ്പോൾ ഒരു ദിവസം ഫുള്ള് നിങ്ങളൊരു സബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾ ഡെയിലി എടുക്കുക. അത് ഡിഫറെൻ്റ് ടൈംസിൽ എടുക്കുക, പല പല സമയത്ത്. ഒരു ദിവസത്തിൽ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട് തന്നെ, നിങ്ങളൊരു വീട് ഒരു ആംഗിളിൽ നിന്ന് എടുത്തിട്ട് ആ ആംഗിള് തന്നെ നിങ്ങൾ ഡിഫറെൻ്റ് സമയത്ത് എടുത്ത് നോക്കി. അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റോ എന്തും ആവാം. അത് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നിങ്ങളത് ഡിഫറെൻ്റ് ടൈംസിൽ എടുക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾ ഡിഫറെൻ്റ് ടൈംസിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫോട്ടോയുടെയും ആ ഒരു എടുക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പോണത്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. അതിൽ മെയിൻലി കോൺട്രാസ്റ്റിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റിനൊക്കെ ഭയങ്കര ജീവനുള്ള പടങ്ങളായിരിക്കുമല്ലോ എപ്പോഴും. കോൺട്രാസ്റ്റിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ കോൺട്രാസ്റ്റ് എന്താണെന്ന് അറിയാത്തവർ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലവർക്ക് അതും അറിയാത്തവരുണ്ടാവും. ഇപ്പോൾ കോൺട്രാസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആവറേജ് 90s ജനിച്ച പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ആയിരിക്കും കണ്ടു തുടങ്ങിയത്. അതിൽ നിന്നായിരിക്കും പിന്നെ ഷിഫ്റ്റ് ചെയ്ത് കളർ സിനിമയിലോട്ട് മാറിയത്. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും അത് മറക്കണ്ട. പ്രാക്ടീസ് എക്സസൈസ് ഡെയിലി ചെയ്യാം കേട്ടോ, ഡെയിലി. ഓക്കെ.